സാധനങ്ങൾ എന്തൊക്കെയാണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഏറ്റവും ആദ്യം ചിക്കൻ നമ്മൾ വേവിച്ചെടുക്കും. നമുക്ക് ചിക്കൻ വേവിച്ചെടുക്കാൻ വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. ചിക്കൻ ഞാനിവിടെ ഒരു മീഡിയം പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഞാനിവിടെ വെളുത്തുള്ളി ഞാനിവിടെ ചതച്ചെടുത്തിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഇതേപോലത്തെ ഒരു കൂടി വെളുത്തുള്ളിയും എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു മീഡിയം കഷ്ണം ഇഞ്ചി ചതച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഞാനിവിടെ ഒരു 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്. ഈ മഞ്ഞൾപ്പൊടിയിൽ നിന്ന് 1/4 ടേബിൾ സ്പൂൺ മാത്രം നമ്മൾ ചിക്കൻ വേവിച്ചെടുക്കുമ്പോൾ ചേർത്താൽ മതി. ബാക്കിയുള്ള 1/4 ടേബിൾ സ്പൂൺ ഈ കറിയിലേക്ക് നമ്മൾ മസാല ഇടുന്ന സമയത്ത് അതിലേക്ക് വേണം. ഇതെല്ലാം കൂട്ടിയിട്ട് ചിക്കനിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ചിക്കനിലേക്ക് ആവശ്യത്തിന് ഉപ്പും വെള്ളം കൂടിയും ചേർത്തിട്ട് ചിക്കൻ ഏറ്റവും ആദ്യം നമ്മളൊന്ന് വേവിച്ചെടുക്കും. അതായിട്ടാണ് ചിക്കനിലേക്ക് നമ്മൾ മസാല ഇടുന്നത്. അതിന് വേണ്ടിയിട്ട് മസാല ഇടാൻ വേണ്ടിയിട്ട് ഞാനിവിടെ പച്ചമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു വലിയ കഷ്ണം ഇഞ്ചി ചതച്ചെടുത്തിട്ടുണ്ട്. പച്ചമുളക് നമ്മുടെ എരിവിനനുസരിച്ച് എടുക്കുക. പിന്നെ ഞാനിവിടെ വെളുത്തുള്ളി ഞാനിവിടെ ചതച്ചെടുത്തിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഇതേപോലത്തെ ഒരു കൂട് വെളുത്തുള്ളിയാണ് ചതച്ചെടുത്തേക്കുന്നത്. ഈ കറിയിലേക്ക് നമ്മൾ വെളുത്തുള്ളി കുറച്ച് കൂടുതൽ ചേർക്കുന്നുണ്ട്. അത് കുരുമുളക് ഇട്ട് വെക്കുന്ന കറി ആയതുകൊണ്ട് കുരുമുളകിന് ഏറ്റവും കൂടുതൽ ടേസ്റ്റ് കൊടുക്കുന്നത് വെളുത്തുള്ളിയാണ്. അതുകൊണ്ട് ഈ കറിയിലേക്ക് നമ്മൾ വെളുത്തുള്ളി കുറച്ച് കൂടുതൽ ചേർക്കുന്നുണ്ട്. പിന്നെ ഞാനിവിടെ ഒരു 4 വലിയ ചുവന്നുള്ളി ചതച്ചെടുത്തിട്ടുണ്ട്. പിന്നെ 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്. 1/2 ടേബിൾ സ്പൂൺ കുരുമുളകിന്റെ പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ ഈ കറിയിലേക്ക് നമ്മൾ പുളിക്ക് വേണ്ടിയിട്ട് നാരങ്ങ നീരാണ് ചേർക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു നാരങ്ങയുടെ പകുതി എടുത്തിട്ടുണ്ട്. ഇത് നമ്മുടെ കറിയുടെ പുളിക്ക് അനുസരിച്ച് നമുക്ക് ചേർക്കാം. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെ കറിയാക്കാന്ന്. നമുക്ക് ഏറ്റവും ആദ്യം നമുക്ക് ചിക്കൻ നമുക്ക് വേവിച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ പാത്രത്തിലേക്ക് ചിക്കൻ ചേർക്കാം. ഇതിലേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടി ചേർക്കാം. ഞാനിവിടെ 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തേക്കുന്നത്. ഇതിനകത്തുനിന്നൊരു 1/4 ടേബിൾ സ്പൂൺ നമുക്കിപ്പോൾ ചേർക്കാം. ഇതിലേക്ക് നമുക്ക് ഇഞ്ചി ചേർക്കാം. ഞാൻ ഇവിടെ ഒരു മീഡിയം കഷ്ണം ഇഞ്ചിയാണ് ചതച്ചെടുത്തേക്കുന്നത്. ഇതിലേക്ക് വെളുത്തുള്ളി ചേർക്കാം. ഞാൻ ഇവിടെ ഒരു കൂട് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നമുക്ക് ഇതിലേക്ക് നമുക്ക് ചിക്കൻ വേവാൻ ആവശ്യത്തിന് വെള്ളം ചേർക്കാം. നമുക്കൊരു 1/2 ഗ്ലാസ് വെള്ളം മതിയാവും. പിന്നെ ചിക്കൻ ചൂടായി കഴിയുമ്പോൾ ചിക്കൻ്റെ ഉള്ളിൽ നിന്നും കുറച്ച് വെള്ളം വരും. നമുക്കൊരു 1/2 ഗ്ലാസ് വെള്ളം ചേർക്കാം. നമുക്ക് തീ ഓണാക്കാം. ഇനി നമുക്ക് മൂടി വെച്ചിട്ട് ചിക്കൻ നമുക്ക് വേവിച്ചെടുക്കാം. ഏറ്റവും ആദ്യം നമുക്ക് ഹൈ ഫ്ലെയിമിലിടാം. ഇവിടെ കറി നന്നായിട്ടൊന്ന് തിളച്ച് കഴിയുമ്പോൾ പിന്നെ ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തിട്ടിട്ട് നമുക്കൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഈ ചിക്കൻ നമുക്ക് വേവിച്ചെടുക്കാം. നമുക്ക് മൂടി വയ്ക്കാം. നമ്മുടെ കറി നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ഇളക്കിയിട്ട് കൊടുക്കാം. ഇനി നമുക്കൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ചിക്കൻ നമുക്ക് വേവിച്ചെടുക്കാം. അപ്പോൾ ചിക്കൻ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇതിനകത്ത് കുറച്ചുകൂടി വെള്ളമുണ്ട്. ഇത് നമുക്ക് തുറന്ന് വെച്ചിട്ട് ഈ വെള്ളം നമുക്ക് വറ്റിച്ചെടുക്കാം. അപ്പോൾ ചിക്കനിലെ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റിയിട്ടുണ്ട്. ഈ കറിയിലേക്ക് നമുക്ക് മസാല ഇടാം. ഇതിന് വേണ്ടിയിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഈ കറിയിലേക്ക് നമുക്ക് മസാല ഇടാൻ വേണ്ടിയിട്ട് ഒരു പാൻ വെച്ചിട്ട് ചൂടാക്കാം. ഇതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. ഈ കറി വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കാം. അതായിരിക്കും ടേസ്റ്റ്. നമ്മുടെ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് വെളുത്തുള്ളിയും ചുവന്നുള്ളിയും ഇഞ്ചിയും പച്ചമുളകും ചേർക്കാം. ആദ്യം വെളുത്തുള്ളി ചേർക്കാം. ചുവന്നുള്ളി ചേർക്കാം. ഇഞ്ചിയും പച്ചമുളകും ചേർക്കാം. കറിവേപ്പില ഉണ്ടെങ്കിൽ കറിവേപ്പിലയും കൂടിയും ചേർക്കണം. ഇതെല്ലാം കൂടിയിട്ട് ഈ വെളിച്ചെണ്ണയിൽ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മൊരിയിച്ചെടുക്കാം നമുക്ക്. ഇപ്പോൾ വെളുത്തുള്ളിയും ചുവന്നുള്ളിയൊക്കെയും നന്നായിട്ടൊന്ന് മൊരിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ വെക്കാം. ഇതിലേക്ക് നമുക്കൊരു 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. അപ്പോൾ മഞ്ഞൾപ്പൊടി എണ്ണയിൽ കിടന്ന് നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട്. ആ മഞ്ഞളുടെ പച്ചക്കുത്തൊക്കെ പോയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുരുമുളകിൻ്റെ പൊടി ചേർക്കാം. ഞാൻ ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ കുരുമുളകിൻ്റെ പൊടിയാണ് ചേർക്കുന്നത്. ഈ കറിയിലേക്ക് നമ്മൾ മല്ലിപ്പൊടിയും മുളക് പൊടിയും ചേർക്കണില്ല. ഈ കുരുമുളകിൻ്റെ പൊടിയും എണ്ണയിൽ കിടന്ന് നന്നായിട്ടൊന്ന് മൊരിയണം. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മളെ വേവിച്ച് വെച്ചേക്കുന്ന ചിക്കൻ ചേർക്കാം.
ഇതിലേക്ക് നമുക്ക് ഗരം മസാല ചേർക്കാം. ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് നമുക്ക് നാരങ്ങ നീര് ചേർക്കാം. നമുക്ക് തീ നന്നായിട്ടൊന്ന് കൂട്ടി വയ്ക്കാം. ഇനി നമുക്കൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ചിക്കൻ നമുക്ക് പതുക്കെ ഒന്ന് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. മീഡിയം ഫ്ലെയിമിലിടാം. എപ്പോഴും ഇളക്കി കൊടുക്കണ്ട, ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക. ഒരു 15 മിനിറ്റിനുള്ളിൽ നമ്മുടെ ചിക്കൻ നമുക്ക് ചെറുതായിട്ടൊന്ന് ഫ്രൈ ആയി കിട്ടും. ചിക്കൻ ചെറുതായിട്ടൊന്ന് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കുക, അല്ലെങ്കിൽ ചെറുതായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. ഇനി നമുക്കൊരു സർവിങ് ബൗളിലേക്ക് പകർത്താം. നമ്മുടെ കുരുമുളക് ഇട്ട ചിക്കൻ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. ഇത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നല്ല എളുപ്പമാണ്. ഇത് കഴിക്കാനും നല്ല ടേസ്റ്റാണ്.